വെറൈറ്റി ആയിക്കോട്ടെ. ബലൂൺ എടുത്തിട്ട് ആടെ കൊണ്ടുപോയി വെച്ചാൽ എടുക്കാനാവൂടാ. എന്നാ അങ്ങനെ ഇന്ന് ഇവിടെ ഒരു വളകാപ്പ് ചടങ്ങ് നടക്കാൻ പോക്കാണ്. നമ്മളെടുക്കെ തന്നെയാണ് ഒരു വളകാപ്പ് നടക്കാൻ പോകുന്നത്. പക്ഷേങ്കിൽ ആ വളകാപ്പിന്റെ ഒരു പ്രത്യേകതയുണ്ട്. ശരിയായ ഒരു വളകാപ്പ് രീതി നമുക്കിന്ന് കാണാൻ പറ്റുമോ? നമ്മൾ കണ്ടിട്ടില്ലാതെ നമ്മളാരും കണ്ടിട്ടില്ലാതെ ഒരു വളകാപ്പ് ചടങ്ങ് അത് നമ്മളെ നാട്ടിലല്ലേ. ശരിക്കും ഉള്ളൊരു വളകാപ്പ് ചടങ്ങ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് സീ. നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. നമ്മളും ആകാംക്ഷയില്ല അത് എങ്ങനെയായിരിക്കും അല്ലേ. നമ്മൾ കുറെ പച്ചയും മഞ്ഞയും വളയെല്ലാം വാങ്ങിയിട്ട് വെറുതെ വളയിടല് മാത്രം. നമ്മളെ അതാ ചടങ്ങ്. നമ്മളതാകെ വളയിടലും കുറച്ച് മഞ്ഞൾ തേക്കലും മാത്രമാണ് ചടങ്ങ്. ശരിക്കും നല്ല ശരിയായ പരിപാടിയല്ലേ. വെച്ചോട്ടെ നല്ല ഗാഢ നിദ്രയിലായിരുന്നു അല്ലേ ചേട്ടാ. നമ്മള് പൂവെല്ലാം വെച്ചിട്ട് ഇതാക്കുമ്പോ ഇവരിവിടെ ഇവര് വല്ലതും അറിഞ്ഞോ? വീട്ടുകാർ വല്ലതും അറിഞ്ഞോ? ഇതെല്ലാം തിന്നു ചോദിക്കാൻ പറയുന്നത് വേണ്ട. എനിക്ക് ഇതൊന്നല്ല വേണ്ട. വീടിൻ്റെ മെയിനായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കണ്ടിരാ. ഇതിൻ്റെ മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ എന്തെല്ലാം കണ്ടിരാ. കണ്ടോ നമ്മളെടുക്കുന്ന എന്തെല്ലാം ഉണ്ടായേ. ഇവർക്ക് ഇങ്ങനെ കണക്കിലുണ്ട് 9 പലഹാരങ്ങൾ അങ്ങനെ ഉണ്ട്. ഇച്ചോണ്ടൊന്നും പറയണ്ട. ഇച്ചോണ്ടെന്ന് പറയണല്ലേ അതിനോടിട്ടാ. അല്ല പൂജ റൂമിന്ന് കൊന്നയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. സാഹചര്യം എവിടെയായിരുന്നു വെറൈറ്റി കൊന്ന പൂവെല്ലാം വെച്ചിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. വെറൈറ്റി ആയിക്കോട്ടെ. ഇതുണ്ടായിട്ടാ തിരക്കുണ്ട് തോന്നുന്നു. വീട്ടിലൂടെ പോകാനുണ്ട്. പിന്നെ ദൈവം ഫോട്ടോ വീഡിയോ എടുക്കാം. ಅದು ಇಟ್ಕೊಳ್ಳೋ ಗಂಟೆ ಇಡಬೇಕು. ಹೇಳ್ತಾರ ಮನೆ ತನಕ ನಾವು എനിക്കിടാനല്ല. അതെയാ ഇട്ട് കൊടുക്കാനല്ല. മുല്ലപ്പൂവും കിട്ടി അതും എടുത്ത് തലയിൽ വെച്ച്. വേറെ തലയിൽ അരി മാത്രം ഇട്ടു. രജോട്ടാ നിനക്ക് കുരിയാൻ തന്നില്ല മോനെ. എന്താ മോനെ പറ. എനിക്ക് നല്ല നോക്കിട്ട് ഒരു 10 അവളെ പിടിച്ച് ആർന്ന് പിടിച്ച് അവര് തന്നിട. സിന്ദൂരി ഇങ്ങനെ വെച്ച് മഞ്ഞളപ്പുറം തലയിലിതാ കൊറേ തട്ടിക്കളഞ്ഞു. തേങ്ങയും അരിയല്ല എന്താ സംഭവം എന്നുള്ള മനസ്സിലായി എനിക്ക്. കൊണ്ടുപോകാൻ വേണ്ടിട്ട് തേങ്ങ എടുത്തിട്ടുണ്ടാകാനാ.
ഇവിടെ ഒന്നും ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. എന്താ ആചാരം അത് സംഭവം എന്നാ അറിയോ പറ. അറിയോന്ന് എല്ലാവർക്കും അറിയില്ല. അറിയില്ല അല്ലേ ചോദിച്ചോക്കാം, അറിയുന്ന ആരോടെങ്കിലും. മധുരം കൊടുക്കൽ ചടങ്ങാണ്. പക്ഷെ ഇവിടെ മധുരം എടുക്കൽ ചടങ്ങാണ്. അവിടെ കൊടുക്കാനുള്ളതെല്ലാം ഇങ്ങോട്ടേക്കല്ലേ വള ജിലേബി. ചേട്ടാ എൻ്റെ പേരും പറഞ്ഞിട്ട് ഇതെന്തിനുള്ളതെന്നറിയാം എനിക്ക് എന്തിനുള്ള നോക്കാം നമുക്ക്. ഇത് സംഭവം മഞ്ഞളും കുങ്കുമവും അങ്ങനത്തെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഇല വെച്ചിട്ട് എന്താ സംഭവം ലാസ്റ്റ് നീയല്ലേ ഇപ്പം പറഞ്ഞേ ഞാനിങ്ങനെ എനിക്കറിയുന്നെങ്കിലും അങ്ങനെ എന്തോ ആ മിക്സാണ് ഇവിടെ. എന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നതാണ് ഇത്? ഞാനിപ്പോ ഒന്ന് എടുത്തത്. അതെ ഇപ്പം ഒന്ന് എടുത്തത് ഇത്രയേറെ എടുത്തു കൊടുക്കുന്നത്. ഒന്നെടുക്കുമ്പോൾ ഞാനിത് ഇതാ കൊണ്ടുവന്ന് എടുക്കണേ. അതിൻ്റെ ഒന്ന് എടുക്കണേ. കയ്യിലുള്ള തീരട്ട് ഇതാ. എൻ്റെ നോട്ട് അതിലൊന്നല്ല, എനിക്ക് ഈ ആപ്പിൾ വേണം. നീ എന്ന് വിചാരിച്ച് ഞാനില്ലാന്നാ? അല്ല ഇത് പേടിയാ കണക്കെന്താ ഇതെടുത്തോ. അതെന്റെ കയ്യിലുണ്ട്. അവനുണ്ടാക്കിട്ടില്ല. അത് വെച്ചോണ്ടാ എനിക്ക് കൊണ്ടത്തേന്ന്. താങ്ക് യു മോനെ. നിലത്ത് വീണേ കട്ടെടുത്താ തന്നെ അല്ലല്ലോ. ആ നേരത്തെ നിന്ന് പൊറുക്കിട്ടാ തരുന്നു കേട്ടോ. അങ്ങനെ നമ്മളെ വളകാപ്പ് പരിപാടിയല്ല. നിങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ വളകാപ്പ് കണ്ടിനോ? ചടങ്ങുണ്ടല്ലേ. നമുക്ക് വളകാപ്പ് പറഞ്ഞ ആകെ വളിയിടാനും ചന്ദനം നേക്കാനേ അറിയൂ. ചെക്കൻ കളിക്കുന്ന ബലൂൺ എടുത്തിട്ട് ആടെ കൊണ്ട് വെച്ച് എടുക്കാനാവൂടാ. സംഭവം ഇവനെ കുറച്ചേരം ഒന്ന് എവിടെയെങ്കിലും ഒന്ന് ഒരു സ്ഥലത്ത് നിർത്തിക്കാൻ വേണ്ടിയിട്ട് ഓൻ കളിച്ചുകൊണ്ട് ബലൂൺ എടുത്ത് ഞാൻ ഇവിടെ കുളത്തി വെച്ചതാണ്. ഓൻ അത് നോക്കി നിന്നോളൂ. ഇതാ നോക്കിയാ കൊടുത്തു ബലൂൺ എടുത്തു. വേണോ അത് വേണാ? തന്നിട്ട് ഒറ്റ ഓട്ടോ ഓടൂലേ നീ? തന്ന ഒറ്റ ഓട്ടോ ഓടൂലേ നീ? ഇനി നിൽക്കൂല. അതാ പോന്നാ ഒട്ടോ. അങ്ങനെ നമ്മൾ വ്യത്യസ്തമായൊരു വളകാപ്പ് ചടങ്ങ്. നമ്മളെ കണക്കിൽ വളകാപ്പ് എന്ന് പറഞ്ഞാൽ ആകെ വളയിട്ട് കൊടുക്കൽ, മറ്റേ ചന്ദനത്തിന് മുഖത്ത് വരട്ടൽ, പിന്നെ കുറേ ലഡുവും ജിലേബിയും വാങ്ങൽ, അതെല്ലാം എടുത്ത് തിന്നൽ. അതേ ഉള്ളൊരു പരിപാടി കേട്ടോ. നമ്മൾ വീഡിയോ ആക്കിയ അങ്ങനെയായിരുന്നു അല്ലേ. അരിയും ഇതെല്ലാം മടിയിൽ വെച്ചിട്ട് അതിനകത്ത് തേങ്ങയെല്ലാം വെച്ച് തേങ്ങക്ക് കുറിയെല്ലാം തൊട്ട് കൊടുത്തിട്ട് അങ്ങനത്തെ എന്തെല്ലോ ചടങ്ങുകളുണ്ട് കേട്ടോ ഇതിൻ്റെ അത്. പക്ഷെ അവരെ ഡെക്കറേഷൻ മറ്റേ ഇലയിലൊന്നും അല്ലായിരുന്നു. അവര് വന്ന് ഇവിടെ സെറ്റ് ആക്കാനുള്ള അവർക്ക് അതുകൊണ്ട് ടൈം അവര് ശരിക്കും കല്യാണം പോലെയാ പോയത്. അവര് ആടുന്ന് ഏടുന്നെന്ന് പറയല്ലോ. ഏടുന്നാന്ന് ഏടിയിലെ അങ്ങനെ പറയാം. പേട്ട, അതായത് കർണാടക അവര് അവിടുന്ന് വന്ന് ചേച്ചിയാണ് നമ്മളെ അയൽവക്കത്തുള്ളത്. അപ്പോൾ അവരെയാണ് വളകാപ്പ് നമ്മൾ പോയത്. അപ്പോൾ അത് നല്ല അടിപൊളി ഫംഗ്ഷനാണെന്നെല്ലാം എന്തെല്ലാം ചടങ്ങ് അതെല്ലാം എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്. അതുകൊണ്ട് നമ്മൾ വീഡിയോ എടുത്തത്. നമ്മളാക്കുന്നത് നമ്മൾ അതിൽ നിന്ന് കോപ്പി അടിച്ചിട്ട് നമ്മൾ അതിൻ്റെ അന്ന് കോപ്പി അടിച്ച് കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ അവരാണ് പറഞ്ഞു തന്നെ എങ്ങനെയെല്ലാം ആക്കേണ്ടത്. തളികയെല്ലാം സാധനം കൊണ്ടിട്ട് ആക്കിയത്. നമ്മൾ പിന്നെ ആ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങനെ ഒന്ന് ചെറിയ രീതിയിലങ്ങ് ആക്കിയിരുന്നേ ഉള്ളൂ അത്. പക്ഷെ ഇതാണ് സംഭവം. ശരിയായത് ഇതിനെക്കാട്ടും ഉണ്ട് തോന്നല്ലേ. ശരിക്കുള്ളതെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ടാണ് പരിപാടി ഉണ്ടാവുക. പക്ഷെ ഇത് ഇവരെ കണക്കിൽ ചെറിയ പരിപാടിയാണ്. ഇവിടെ വന്നിട്ട് ചെയ്യുന്നതുകൊണ്ട് അറിയുന്നവരുണ്ട്. അപ്പം അതിൻ്റെ എന്താ നമുക്ക് ഈ അരി ഇങ്ങനെ മടിയിൽ വെച്ചിട്ട് തേങ്ങേൻ്റെ അത് ആക്കിയ സംഭവം എന്തോ ഒരു കുറി തൊട്ട് കൊടുക്കുന്ന അങ്ങനത്തെ പരിപാടി ഉണ്ട് കേട്ടോ. അതെന്താ സംഭവം എന്നുള്ള അതിൻ്റെ സംഭവം നമുക്ക് മനസ്സിലായില്ല. കാരണം ആ വന്നവരിക്കല്ലോ മലയാളം അത്രക്ക് അങ്ങോട്ടേക്ക് വശമില്ല. അതുകൊണ്ട് എങ്ങനെ ചോദിച്ചു മനസ്സിലാക്കണം. ഭാഷയിൽ കേൾക്കുമ്പോൾ നമുക്ക് ചിരിയാ വരുന്നത്. അവരെന്തെല്ലാം പറയുന്നത് നമ്മളിങ്ങനെ കേട്ടു. അവർക്ക് നമ്മളെ ഭാഷ കേൾക്കുമ്പോൾ ചിരിയാ വരുക. അത് കണക്ക് തന്നെ. അവർക്ക് പിന്നെയും മലയാളം കുറച്ചും കുറയുന്നു കേട്ടോ. നമുക്ക് പക്ഷെ അവർ ഭാഷ കേൾക്കുമ്പോൾ തീരെ അങ്ങോട്ടേക്ക് മനസ്സിലാകുന്നില്ല. കളിക്കുന്നതിന്റെ നടുക്ക് ഇതാ ഓഹോ ഓടലും ഇതാക്കൽ തന്നെ. അപ്പോൾ അതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി. അങ്ങനെ വളകാപ്പ് കഴിഞ്ഞ് നമ്മളിങ്ങനെ വീട്ടിൽ വന്ന്
ബിരിയാണിയെല്ലാം കഴിച്ചു ബിരിയാണിയെല്ലാം ബിരിയാണി കഴിച്ച് കാണിച്ചു കൊടുത്തടാ ഇല്ലില്ല അതൊന്ന് കാണിച്ചു തരാം ചേട്ടാ ബിരിയാണി കഴിക്കുന്നതെല്ലാം കാണിച്ചു തരാം ഇവർ കാണാത്തതല്ലേ കുറെ ആൾ കാണാത്ത സാധനമല്ലേ കാണിച്ചോളൂ ബിരിയാണി തിന്നുന്നല്ലേ ഇവർ ഭക്ഷണം കാണുന്നില്ല കഴിക്കുന്നതിന് പ്രത്യേകിച്ച് കാണിക്കണ്ടല്ലോ കാണിക്കണ്ടല്ലോ അപ്പോൾ ഇതുപോലത്തെ ചടങ്ങെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 2 ഗ്ലാസ് പായസം കുടിച്ചു ചേട്ടാ കാണാണ്ട് എന്നിട്ട് ഒരിക്കലും കൂടി തരുമോ ചേച്ചി നിങ്ങൾ അതൊന്നും പറയല്ല ലാസ്റ്റ് 3-4 ആൾക്ക് പായസം കിട്ടിയില്ല കിട്ടിയില്ല പോയേട്ടത് ഇല്ല ഇല്ല ഞാനല്ലേ കൊളംബിയിൽ ലാസ്റ്റ് ഇല്ല സതീശേട്ടന് മാത്രം അത് ബാക്കി എല്ലാവരും കിട്ടി ഇങ്ങനെ പായസം എല്ലാവർക്കും കിട്ടീന് പായസം എല്ലാവർക്കും കൊടുത്തിന് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിന് തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് ലാസ്റ്റ് ഞാൻ കുടിച്ചിട്ട് തീർത്തെന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയല്ലാണ് നമ്മുടെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ അതിലൊന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എടുത്തത് ഓക്കെ അല്ലേ അങ്ങനെ ഒരു കളർഫുൾ വളകാപ്പും കൂടി നമ്മൾ ഇന്ന് കണ്ട് ഒറിജിനൽ വളകാപ്പ് കാണാൻ പറ്റി അത്രയാണ് ഓക്കെ വേറൊന്നുമില്ല അമ്മ ആടത്തിന് ഇങ്ങോട്ട് വന്നില്ല അമ്മ ആടുന്ന് ബിരിയാണി ചെപ്പും കൂടി പഠിച്ചിട്ടേ വരുമെന്നാണ് പറയുന്നത് വൈകുന്നേരത്തെ അത് കൂടി ഒപ്പിക്കുന്ന തോന്നുന്നാണ് ഇങ്ങോട്ടേക്ക് അറിയില്ല അപ്പോൾ വേറൊന്നുമില്ല വേറെ ഒന്നുമില്ല അപ്പോൾ ഓക്കെ അടുത്ത എന്തെങ്കിലും പരിപാടി നമുക്ക് അതിനാണ്